അനുമോൾ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പച്ചക്കള്ളം പറഞ്ഞു. 16 ലക്ഷമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇവൻ ഞാൻ അങ്ങനെ സ്ഥാപിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ജിസേൽ പറഞ്ഞു, ജിസേലിനോടും പറഞ്ഞിരുന്നു. ജിസേലിനോട് ബിന്നിയല്ല പറഞ്ഞത്, ഷാനവാസിനോടും ബിന്നിയല്ല പറഞ്ഞത്, അനുമോളാണ് പറഞ്ഞത്. പിയാറിനെ എക്സ്പോസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒറ്റ കാര്യം കൊണ്ട് തന്നെ അതിനുള്ളിലുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്തൊരു സ്റ്റോറി ഇട്ടാൽ, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻബോക്സ് നിറയാണ്. ഞാൻ കപ്പെടുക്കാൻ വേണ്ടി പോയ ഒരാളല്ല. എനിക്ക് ഇതുകൊണ്ട് ഒരു ഫെയിം കിട്ടുവാണെങ്കിൽ, എനിക്ക് ആക്ടിങ് ആണ് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന കരിയർ, അത് എനിക്ക് മൂവിയിലേക്ക് ഒരു എൻട്രി കിട്ടണം, എന്നെ കുറച്ചുകൂടെ ആളുകൾ അറിയണം, പിന്നെ എനിക്ക് മണിയും ഉണ്ടാക്കണം. ഏറ്റവും ജെനുവിൻ ആണ് എന്ന് തോന്നിയ ഒരു പ്ലെയർ ആയിരിക്കും നെവിന്. ആദ്യം വന്ന സമയത്ത് ഇവൻ കുറച്ച് ഓവറായിട്ട് പെരുമാറുന്ന പോലെ എനിക്ക് തോന്നി. ചാടി വീഴുക, ബഹളം വെക്കുക, ഇതൊക്കെ ഞാൻ ഇത് എന്തോന്ന് ഭയങ്കര ഒരു മര്യാദയില്ലല്ലോ. കുറേ കാര്യങ്ങൾ അവൻ ജെന്യുവിൻ ആയിട്ട് നിന്ന് നമ്മളെ അടുത്ത് പറഞ്ഞു. നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺസ് വരുമ്പോഴും നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ എനിക്കറിയില്ല എത്രമാത്രം കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. മോസ്റ്റ് ഡ്രമാറ്റിക് കണ്ടസ്റ്റന്റ്. ഞാനൊരു കാര്യം പറഞ്ഞു, ഹൗസിലുള്ള കാര്യം പറയുമ്പോൾ എന്തായാലും അനുമോളെ പറ്റി പറയണം. അനുമോളുടെ ആൾക്കാർ എന്നോട് ക്ഷമിക്കുക. കാരണം ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഉള്ളതിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. പറഞ്ഞാലും പ്രശ്നം, പറയാതിരുന്നാലും പ്രശ്നമാണ്. അനീഷേട്ടന്റെ റിപ്പീറ്റേഷൻ സത്യം പറയാതെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തു. നമ്മുടെ ഈ അലാറം ഒക്കെ നമ്മൾ അടിച്ചിട്ട് ഓഫാക്കിയിട്ട് വീണ്ടും കിടന്ന് അലക്കൂലേ, ആ ഒരു അവസ്ഥ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് BB കഫേ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മറ്റാരുമല്ല, ഒരു ആക്ടറാണ്, ഒരു ഡോക്ടറാണ്, മാത്രമല്ല ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലെ ഒരു കണ്ടസ്റ്റന്റ് കൂടിയായ ബിന്നി നൂബിൻ. വെൽക്കം. താങ്ക് യു. വെൽക്കം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? മെലിയാൻ ബിഗ് ബോസിൽ പോയാൽ മതിയോ? മെലിയാൻ ബിഗ് ബോസിൽ പോയാൽ ഓക്കെ മതിയെന്ന് തോന്നുന്നു. കാരണം മുന്നുള്ള സീസൺസ് ഞാൻ അധികം കണ്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സീസണിൽ പോയ എന്തായാലും മെലിയും സ്ട്രെസ് ഈറ്റിംഗ് ഇല്ലെങ്കിൽ. പിന്നെ കണ്ടില്ലേ, നെവിൻ സ്ട്രെസ് ഈറ്റർ ആണ്, അവൻ അല്ലാതെയും കഴിക്കും. അവനും നൂറയും ഒഴിച്ചു, എനിക്കൊന്നും നൂറയും അധികം മെലിഞ്ഞിട്ടില്ല, ബാക്കി എല്ലാവരും നല്ല മെലിഞ്ഞിട്ടുണ്ട്. പുറത്ത് ചർച്ചാ വിഷയമായിട്ടുള്ള വേറൊരു കാര്യമാണ് നൂബിന്റെ എൻട്രി. ഓക്കെ, സോ പലരും പറയുന്നുണ്ട് നൂബിന് ആക്ച്വലി ഏഷ്യാനെറ്റ് ഫാമിലിയായിട്ട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ കൊണ്ടുപോയി സ്റ്റേ ചെയ്യിപ്പിച്ചു. സോ നിങ്ങൾക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും രാത്രി കിടക്കുന്നതിന്റെ സമയത്ത് നിങ്ങൾ മൈക്കൂരി വെക്കും, ആ സമയത്ത് ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. നൂബിൻ തിരിച്ചു പോയതിന് ശേഷമാണ് ആക്ച്വലി പിന്നെ കുറച്ചുകൂടി ആക്റ്റീവ് ആയത്, കുറെ കൂടി കാര്യങ്ങൾ ഇൻവോൾവ് ആയത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പുറത്ത് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ആക്ച്വലി എന്താ സംഭവിച്ചത്? ഇതൊക്കെ പുറത്തു പറഞ്ഞല്ലേ, ആൾക്കാർക്ക് എന്തും പറയാലോ. എനിക്ക് അത്ര പറയാനുള്ളൂ. കാരണം ഇത് കണ്ടവർക്കറിയാം. ഇപ്പൊ പറഞ്ഞു ഏഷ്യാനെറ്റിന്റെ പിടിപാടുള്ളതുകൊണ്ടല്ലേ വന്നത്. BB കണ്ടവർക്കറിയാം എങ്ങനെയാ, പിടിപാട് കൊണ്ടാണോ വന്നത്, ഗെയിം കളിച്ച് കിട്ടി നൂറ തന്നത് കൊണ്ടാണോ വന്നതെന്നുള്ളത് ഗെയിം കണ്ടവർക്കറിയാം. ഇതാണ് ആൾക്കാരുടെ പ്രശ്നം. അവർക്ക് ഫുൾ കാര്യങ്ങൾ അറിയില്ല. നൂബിൻ വന്നു, പിന്നെ ഒരു ഏഷ്യാനെറ്റ്, ഇവർ ആക്ടേഴ്സ് ആണല്ലോ, പിന്നെ ബാക്കി കഥകൾ അവർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വന്നിട്ട് 3 ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കിയിരുന്ന് എന്ത് സംസാരിക്കണം നമുക്കറിയില്ല. കാരണം പുറത്തത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ അറിയാം, ആ 3 എപ്പിസോഡിൽ ഫുൾ ലൈവ് കണ്ടവർക്കറിയാം. പുറത്തുനിന്ന് ഫാമിലി വീക്ക് വന്നപ്പം പലരുടെയും ഫാമിലി വീക്ക് വന്നപ്പോഴും ഗസ്റ്റുകൾ വന്നപ്പോഴും പലപ്പോഴും അനൗൺസ് ചെയ്തിട്ടുണ്ട്. വൈൽഡ് കാർഡ് വന്നപ്പോഴും എല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട്, പുറത്തത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. നൂബിൻ വന്ന് 3 ദിവസം നിന്നിട്ട് എനിക്കോ നൂബിനോ ഒരു വാർണിംഗ് പോലും ബിഗ് ബോസ് തന്നിട്ടില്ല. സോ അതിലുണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഞങ്ങൾക്ക് അറിയില്ല എന്തിനെ പറ്റി സംസാരിക്കുന്നത്. ഈവൻ എന്താ വീട്ടിലെ കാര്യം ചോദിക്കുന്ന വിട്ടത്തിൽ അറിയാതെ എങ്ങാനും പുറത്തത്തെ കാര്യങ്ങൾ വരുമോ, അതിൽ ഏതാണ് ഫിൽറ്റർ ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ കുടുംബക്കാരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഞാൻ എൻ്റെ ഗെയിമിനെ പറ്റി എനിക്കും ക്യൂരിയോസിറ്റി അറിയണം. എൻ്റെ ഗെയിമിനെ പറ്റി എന്താ പറ, നീ എന്തെങ്കിലും പറ. കാരണം എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അനുമോളായാലും വന്നിട്ട് അല്ലെങ്കിൽ അവൾമാരൊക്കെ വന്നിട്ട് തമാശക്ക് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നുബിൻ എന്നോട് പറഞ്ഞത്, നീ ഈ കഴിഞ്ഞ 2 ആഴ്ച കളിച്ചതുപോലെ ഇനിയും കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നന്നായിട്ട് നീ കളിക്കുന്നുണ്ട് കഴിഞ്ഞ 2. അപ്പൊ ഞാൻ ആലോചിക്കുക, കഴിഞ്ഞ 2 ആഴ്ച ഞാൻ എന്താ ചെയ്തത്, എനിക്ക് ഓർമ്മയില്ല. നമുക്ക് ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ എന്താ ചെയ്തത്? ഞാൻ ആസ് യൂഷ്വൽ നിൽക്കുന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത്. ആ കഴിഞ്ഞ 2 ആഴ്ച മാത്രമാണ് എന്റെ കണ്ടന്റ് പുറത്ത് പോയിട്ടുള്ളതെന്ന് എനിക്കറിയുന്നില്ല. മനസ്സിലായോ? ഞാനെല്ലാം ആസ് യൂഷ്വൽ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുന്നത്. ആ 2 ആഴ്ച എന്റെ എന്തൊക്കെയോ കണ്ടന്റ് പുറത്ത് പോയിട്ടുണ്ട്. അതാണ് പറയാനും പറ്റൂല.
സോ എനിക്ക് അത്രേ പറയാനുള്ളൂ, അത്രേ ഡിസ്കഷൻ നടന്നിട്ടുള്ളൂ. നൂബിൻ വന്നതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് തോന്നുന്നു കിച്ചണിലാന്ന് തോന്നുന്നു ഒരു വലിയ വഴക്ക് നടക്കുകയാണ്. അപ്പോൾ ബിന്നിയും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു തോന്നുന്നു, തിരിച്ച് ഫയർ ചെയ്യുന്നുണ്ട്, ബിന്നിയും കുറെ കേൾക്കുന്നുണ്ട്. സോ ഹസ്ബൻഡ് അവിടെ ഇരിക്കുകയാണ്, നൂബിനൊന്നും തോന്നിയില്ല. പിന്നെ എപ്പോഴും ഡിസ്കസ് എന്താണെന്നറിയോ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ ക്യാപ്റ്റൻസി കിട്ടിയ വീക്കിലാണ് നൂബിൻ വന്നത്. അപ്പൊ നൂബിൻ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയറിയാം, ക്യാപ്റ്റൻസി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി കിട്ടുക എന്ന് ഞാൻ പറയും. അതെങ്ങനെയും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ക്യാപ്റ്റൻ ആകുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പവർ കിട്ടുമെന്നുണ്ടെങ്കിലും ആ പവർ തരണോ വേണ്ടോ എന്നുള്ളത് ഹൗസ് മേറ്റ്സ് തീരുമാനിക്കും. അവിടെ ആരും നമ്മൾ അനുസരിക്കില്ല. ഇപ്പൊ സ്കൂൾ ലീഡർ ഒന്നും അല്ല അവിടെ. ഹൗസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാലും ഈ എന്താ പറയുന്നത്, ജയിലിന്റെ ഇത് അഴിക്കാനും ഇതാക്കാനും അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ പോയി ഇത് വായിക്കാനും ഉള്ള പവർ മാത്രമേ ഉള്ളൂ. പിന്നെ ജോലി ചെയ്യാതിരിക്കാൻ വേണമെങ്കിൽ അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഹൗസ് ക്യാപ്റ്റൻ ആയപ്പോൾ ഞാൻ ജോലി ചെയ്യാറുണ്ട്. അതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ജോലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, തൂക്കാനും അല്ലാതെ കിച്ചണിലായാലും ഒക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ബാത്റൂമിലെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും നൂബിൻ അവിടെ ഉണ്ട്. അപ്പം നൂബിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ക്യാപ്റ്റനായ വീക്ക് ആഗ്രഹിച്ച്, അപ്പം ഞാൻ വന്നു എന്ന് വിചാരിച്ചിട്ട് നീ ഡൗൺ ആവരുത്, കോൺസെൻട്രേഷൻ പോകരുത് ഈ കാര്യങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ശരിയാണ്. പിന്നെ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ, പിന്നെ ലക്കിലി ലൈക്ക് എന്താ പറയുക, ഫാമിലി വീക്കായിരുന്നു. എല്ലാവരും നല്ലൊരു സൗഹൃദത്തിൽ മീൻസ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരു സ്നേഹവും ഒക്കെ ഉള്ള കുറച്ച് കാമായിട്ടുള്ളൊരു വീക്കായിരുന്നു. പക്ഷെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടപെടും. പിന്നെ ആ പ്രശ്നങ്ങൾ എൻ്റെ നേർക്ക് വന്ന പ്രശ്നങ്ങളായതുകൊണ്ട് ഓഫ് കോഴ്സ് ഞാൻ അതിൽ ഇടപെട്ടു, എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു. അപ്പം പുറത്തുനിന്ന് കാണുന്നവർക്ക് ബിന്നിക്ക് സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് ബിന്നി ഭയങ്കര ഹൈപ്പായി, ഭർത്താവ് വന്നുകൊണ്ട് ഇതാ ഹൈപ്പായി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഭർത്താവിനെ ഒരാൾ പെൺകോന്തെന്ന് വിളിക്കുകയാണ് എൻ്റെ മുമ്പിൽ വെച്ച്. അപ്പം എനിക്കെങ്ങനെ ഫീൽ, അപ്പം ഈ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അവരുടെ എൻ്റെ പൊസിഷനിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്ക് എങ്ങനെ ഉണ്ടാവും. അപ്പം ആ ഒരു റെസ്പോൺസേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അത് കുറവാണ്, ബിഗ് ബോസ് ഹൗസിലായതുകൊണ്ട് കുറവാണ്. പുറത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ അപ്പുറം നടക്കും. അത്ര അത് ചെയ്തതിന് തന്നെ ഞാൻ ഓവറാണ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം ഞാൻ മിണ്ടാണ്ടിരുന്നെങ്കിൽ എന്താ പറയുക, ഇവർക്ക് സ്റ്റാൻഡ് ഇല്ല, ഇവള് വാഴയാണോ എന്ന് പറയും. അപ്പൊ രണ്ടും പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ നമുക്ക് ശരിയെന്ന് തോന്നുന്നു ചെയ്യുക. അപ്പോൾ ഒരു സെഗ്മെന്റിലൂടെ ഞാൻ കൊണ്ടുപോവാണ്. ഉരുളക്കുപ്പേരി എന്നാണ് സെഗ്മെന്റിന്റെ പേര്. ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എന്താണോ മനസ്സിൽ വരുന്നത് അത് പറയാം, അതിന്റെ ആൻസർ പറയാം. ഓക്കെ, നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ തുടരുന്ന മത്സരാർത്ഥികളിൽ ഏറ്റവും ജെന്യുവിൻ ആണ് എന്ന് തോന്നിയ ഒരു പ്ലെയർ ആരായിരിക്കും? നെവിൻ. ഓക്കെ, എന്തായിരിക്കും റീസൺ? നെവിന് ആദ്യം വന്ന സമയത്ത് ഇവൻ കുറച്ച് ഓവറായിട്ട് പെരുമാറുന്ന പോലെ എനിക്ക് തോന്നി. കുറച്ച്, അതായത് ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ അടുക്കള കയറി കഴിക്കുക, ചാടി വീഴുക, ബഹളം വെക്കുക, ഇതൊക്കെ ഞാൻ ഇത് എന്തോന്ന് കാര്യം, ഒരു മര്യാദയില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് നമ്മളൊക്കെ ഹലോ എക്സ്ക്യൂസ് മീ ഒന്ന് മാറുമെന്നൊക്കെ നൂബിനൊക്കെ വന്ന ഒരു എപ്പിസോഡില് പുള്ളിക്കാരൻ തന്നെ ഇടയ്ക്ക് അല്ല അങ്ങനെ ചോദിക്കും. പക്ഷെ ഇവനെ സംബന്ധിച്ച് ഇവൻ അങ്ങനെയാണ്. പിന്നീട് കുറച്ച് ദിവസം പോകെയാണ് എനിക്ക് മനസ്സിലായത് ഇവൻ കുറച്ച് എല്ലാവരുമായിട്ടും ഭയങ്കര ഒരു ചാടിക്കേറി ഇടപെട്ട് ബഹളം വെച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അവന് തോന്നുന്നത് ചെയ്യും. പക്ഷെ ഒരിക്കൽ പോലും എന്താ പറയുന്നത്, നമ്മളുമായിട്ടൊരു ബോണ്ടിങ് കണക്ഷൻ വെച്ചിട്ട് അവൻ തമാശ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഈവൻ സീരിയസ് മാറ്റർ പോലും അവൻ കുറേയൊക്കെ തമാശ രീതിയിലാണ് പറഞ്ഞത്. മീൻസ് അത് നമ്മൾ കൂളായിട്ട് എടുക്കും. അവൻ ചിലപ്പോൾ നമ്മളെ വഴക്ക് പറയുന്നതായിരിക്കും, എങ്കിൽ ആ വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് അത്ര ഹേർട്ട് ആവത്തില്ല. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്ന രീതി, അതിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വഴക്ക് പറഞ്ഞാൽ പോലും നമുക്കത് അങ്ങനെ അയ്യോ അത്രയല്ലേ ഉള്ളു കാര്യം എന്ന് വിചാരിച്ച് നമുക്ക് നൈസായിട്ട് നമുക്കത് ഹേർട്ട് ആവില്ല. പക്ഷെ മറ്റു ചിലർ അങ്ങനെയല്ലോ, ചെറിയ കാര്യം പോലും ഭയങ്കര ഹേർട്ട് ആവുന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അവൻ ജെന്യുവൻ ആയിട്ട് നിന്ന് നമ്മളെ അടുത്ത് പറഞ്ഞു. നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺസ് വരുമ്പോഴും നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ എനിക്കറിയില്ല എത്രമാത്രം കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഒബ്സർവ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. എല്ലാവരുമായിട്ട് അവനൊരു കണക്ഷൻ ഉണ്ട്, ഒരു ജെന്വിൻ കണക്ഷൻ. അവൻ കരഞ്ഞാലോ അവൻ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസ് എല്ലാം ജെന്വിൻ ആണ്. അവൻ ഒരിക്കലും അവിടെ അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഫൺ എലമെന്റും എന്റർടൈൻമെന്റും എല്ലാം അപ്പാർട്ട് അവൻ അങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നില്ല. അവൻ ആ വരുന്ന ഫ്ലോയിൽ പറയുന്നതാണ്. ചിലപ്പോൾ ചിലത് കാണുമ്പം റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോഴൊക്കെ ഓവറായിട്ട് തോന്നാം. ചില കാര്യങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്യണമായിരുന്നോ അങ്ങനെയൊക്കെ. ചിലപ്പോൾ അതിൽ അവന് എന്താ റോങ് ആണ് തോന്നിക്കഴിഞ്ഞാൽ അവൻ അപ്പം സോറി പറയും. അവിടെ പലരും ചെയ്യാത്ത കാര്യം അത്. സോറി പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈഗോ ഹേർട്ട് ആവുന്ന പോലെ ചിലർ അക്സെപ്റ്റ് ചെയ്യത്തേയില്ല. പക്ഷെ അങ്ങനെയല്ല അവൻ. അതാ പറഞ്ഞ എല്ലാ ഇമോഷൻസും കണ്ടിട്ടുള്ളതുകൊണ്ടാ പറഞ്ഞത്. സോ തെറ്റാണെന്നുണ്ടെങ്കിൽ സോറി പറയും. വീക്കെൻഡ് എപ്പിസോഡിൽ പോലും എനിക്ക് തോന്നുന്നു നെവിനാണ് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്തത്. കാരണം ആ വെള്ളം കോരി ഒഴിച്ചതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കുറച്ച്
ലൈക്ക് കയ്യിൽ നിന്ന് പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഷാനവാസുമായിട്ടൊരു ഫൈറ്റ് നടന്നിട്ട് പുള്ളി ഓൾറെഡി ഫിസിക്കലി അത്ര ലൈക്ക് നല്ലൊരു സിറ്റുവേഷനിലല്ലായിരുന്നു, അതും എഫക്റ്റഡ് ആയി. അപ്പോൾ പക്ഷെ ഇതിൽ ഞാൻ ലൈക്ക് ഷാനവാസിക്കയ്ക്ക് ഓൾറെഡി അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളായിരുന്നു. വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അത് അറിയുന്നത്. അപ്പോൾ പുള്ളി അത് പറഞ്ഞിട്ടേ ഇല്ല. പിന്നീട് ഒരു മൊമെന്റിൽ വരുമ്പോഴാണ് നമ്മൾ അത് അറിയുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു ഇത് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ഇത്രയും ബുദ്ധിമുട്ട് വെച്ചിട്ട്, അതും ഇത്രയും സ്ട്രെസ് നോർമലി ഉള്ള ഒരാൾക്ക് പോലും സർവൈവ് ചെയ്യാൻ പാടുള്ള സ്ഥലത്ത് എന്തിനാണ് ഇങ്ങനെ വന്നതെന്ന്. ഹെൽത്തിനെ ബാധിക്കില്ല, അപ്പോൾ അവരുടെ കൺസേൺ കൂടുകയല്ലേ, ടെൻഷൻ ആവുമല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരാൾ എന്തിനാ വന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഷാനവാസിക്ക പോലും ഓർക്കുന്നില്ല പുള്ളിക്ക് ആ പ്രശ്നമുണ്ടെന്നുള്ളത്. അപ്പം പക്ഷേ പുള്ളി വീണ് പോയപ്പം നെവിനായി പ്രശ്നം. അതൊരു ഞാൻ പറയാം, അതായത് നമ്മൾ ഈ മറ്റേ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് വഴി കൂടെ പോകുമ്പം പെട്ടെന്ന് ഒരാൾ സൈക്കിളിൻ്റെ വയ്യാത്ത ആളെ മീൻസ് ബ്രേക്ക് പിടിച്ചത് മൊമെൻറ്റും സൈക്കിൾ തട്ടിയിട്ടില്ല, എന്നാൽ അവർ വീണിട്ട് ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ബ്ലെയിം ചെയ്യപ്പെടുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഷാനവാസിക്ക നല്ലൊരു പ്ലെയറാണ്, പക്ഷേ ഷാനവാസിക്ക പോലും വിചാരിക്കുന്നില്ല പുള്ളിക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടാണ് ഈ ഫിസിക്കൽ ടാസ്ക് ചെയ്യുന്നതും ഇങ്ങനത്തെ വഴക്കൊക്കെ പറയുമ്പോൾ ഇത്രയും സ്ട്രെസ്സും BP ഒക്കെ കൂടുകയാണ്. അപ്പോൾ ഷാനവാസിക്ക ഓർക്കാത്ത സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ഓർക്കുന്നത് എങ്ങനെയാ? അപ്പം നമുക്കത് ഫുൾ ഗെയിമിനെ ബാധിക്കുമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇങ്ങനെ ബ്ലെയിം വരുവാണെങ്കിൽ ഇനി പുള്ളിയുടെ അടുത്ത് ഇപ്പം ഞാൻ പറയും, ഇതിപ്പം ടുവേർഡ്സ് ദി എൻഡായി. ഇതിനു മുമ്പ് വന്നിരുന്നെങ്കിൽ നമുക്ക് പുള്ളിയെടുത്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കാനേ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കാര്യം പുള്ളിയെടുത്ത് പറയാനേ പറ്റത്തില്ല. മിണ്ടാണ്ട് കേട്ടിട്ട് പോകേണ്ടി വരും. കാരണം നമ്മൾ ഇത് മൈൻഡ് ആക്കണമല്ലോ. ഇപ്പം നെവിനെ വഴക്ക് പറഞ്ഞ കുറെ കൂടെ മുമ്പാണെങ്കിൽ എല്ലാവരും കുറച്ച് കോൺഷ്യസ് ആവും, ഇനി പുള്ളിയെടുത്തൊന്നും പറയരുത്, പുള്ളിക്ക് വയ്യാണ്ടായാൽ അത് ഫുൾ ഗെയിമിനെ ബാധിക്കും. സോ അങ്ങനെ ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാൾ കൊണ്ടുവരണ്ടായിരുന്നു എന്നേ ഞാൻ ഇപ്പൊ പറയും. ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ പറയാനാണ് തോന്നുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഡ്രാമാറ്റിക് കണ്ടസ്റ്റന്റ് ഇൻ ബിബി ഹൗസ്. ഇതൊക്കെ പറയണോ? എനിക്ക് ട്രോള് വാങ്ങി തരാല്ലേ? എനിക്കറിയാം, ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ കണ്ടസ്റ്റൻസും പറയുന്ന കാര്യം ഇനി ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വയ്യ. ഒന്നാമത് PR മാറ്റർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ വിട്ടു. ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബിന്നെ ഇറിറ്റേറ്റ് ചെയ്ത മറ്റൊരാളുടെ ഒരു ഹാബിറ്റ് എന്തായിരിക്കും? മറ്റുള്ളവരുടെ ഒരു ഹാബിറ്റ്, അതായത് ബാക്കിയുള്ളവരുടെ ഈ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും? പക്ഷേ ഇതിപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഹൗസിലുള്ള കാര്യം പറയുമ്പോൾ എന്തായാലും അനുമോളെ പറ്റി പറയണം. അനുമോളുടെ ആൾക്കാർ എന്നോട് ക്ഷമിക്കുക, കാരണം ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഉള്ളതിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. പറഞ്ഞാലും പ്രശ്നം, പറയാതിരുന്നാലും പ്രശ്നമാണ്. ഒന്ന് ഫുഡിന്റെ കാര്യത്തിൽ ഇതുപോലെ വിളമ്പുമ്പം ഉള്ളൊരു ഇഷ്യൂ, ലൈക്ക് എന്തിനായിരുന്നു എന്നുള്ളത് ലൈക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തിനാ ചില സമയത്ത് ഒരു രീതിയിൽ, അതായത് വിളമ്പുമ്പം ഇങ്ങനെ വിളമ്പാം, എല്ലാവർക്കും വിളമ്പി വെക്കാം, അവരെടുത്തുകൊണ്ട് പൊക്കോട്ടെ, എല്ലാവർക്കും ഈക്വൽ ക്വാണ്ടിറ്റി കിട്ടും. ഈ ഈക്വൽ ക്വാണ്ടിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം, മനസ്സിലായോ? ഈക്വലായിട്ട് ഒരു കടുകുമണി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം. പക്ഷെ നമ്മൾ എങ്ങനെ വിളമ്പിയാലും ആൾക്കാർ വന്നിട്ട് ഇച്ചിരിയും കൂടെ തരുമോ എന്ന് ചോദിക്കുമ്പം നമ്മൾ കൊടുത്തു പോവും. ചിലപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ നിന്നായിരിക്കും എടുത്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബാക്കി വന്നത് എല്ലാവർക്കും ഈക്വലി കൊടുക്കാൻ വെച്ചിരിക്കുന്നതിൽ നിന്നായിരിക്കും കൊടുത്തു പോകുന്നത്. അവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. പക്ഷെ അനുമോൾ അവിടെ കിടന്ന് കുറേ റൂൾസ് ലൈക്ക് വിളമ്പുന്ന കാര്യത്തിൽ കൊണ്ടുവരാനും നിഷേധിക്കാനും ഒരു സമയം പറയുന്നതായിരിക്കില്ല. അവൾ കുക്ക് ചെയ്യും, നന്നായിട്ട് കുക്ക് ചെയ്ത് എല്ലാം വെക്കും. പക്ഷെ ഈ വിളമ്പുന്ന സമയത്ത്, അതായത് അവസാനം കൊണ്ടുപോയി കല ഉടയ്ക്കാന്ന് പറയില്ലേ, അതുപോലെ വിളമ്പുന്ന സമയത്ത് ആ സ്നേഹവും ഇതും എല്ലാം, ആ കഷ്ടപ്പാടും എല്ലാം അങ്ങോട്ട് പോവും. അത്രയും ഇതിലാവും അത് എൻഡ് ചെയ്യുന്നത്. അവിടെ എപ്പോഴും ഒരു പരാജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വിളമ്പുന്ന കാര്യത്തിൽ. പിന്നെ അനീഷേട്ടൻ്റെ റിപ്പീറ്റേഷൻ, നിങ്ങൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾ ഇത്ര കാണുന്നത്, ഇതിലും കൂടുതൽ റിപ്പീറ്റേഷനാണ് ഹൗസിനുള്ളിൽ. അതൊന്നും വൈറലായാലും എനിക്ക് പുറത്തു വന്നിട്ട് അറിഞ്ഞു കേട്ടോ. പക്ഷെ അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഈ നമ്മൾ രാവിലെ ഉറങ്ങി എണ്ണിക്കുമ്പോ പുള്ളി വന്നിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്യേ. അയ്യോ ചേട്ടാ, ഞങ്ങൾ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബാഗ് എടുത്ത് ബാറ്ററി ചേഞ്ച് ചെയ്തോണ്ടിരിക്കുവായിരിക്കും. അപ്പോഴും പറയും ബാറ്ററി ചേഞ്ച് ചെയ്യേ. സത്യം പറയാതെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. നമ്മുടെ ഈ അലാറം ഒക്കെ നമ്മൾ അടിച്ചിട്ട് ഓഫ് ആക്കിയിട്ട് വീണ്ടും കിടന്ന് അലക്കൂലേ, ആ ഒരു അവസ്ഥയാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.
ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഇനി കാണാണ്ടിരിക്കട്ടെ എന്ന് തോന്നിയിട്ടുണ്ടോ Big Boss ല്? കാണാതിരിക്കട്ടെ എന്നോ? നേരിട്ട് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ അയ്യോ ഇനി കാണാൻ വയ്യ ആളെ എന്ന് തോന്നിയിട്ടുണ്ടോ കൂടെ അങ്ങനെയൊന്നുമില്ല, അതെല്ലാം ഗെയിം അല്ലേ, അവരെല്ലാം ആ രീതിയിൽ എടുക്കുന്നുള്ളൂ. ഓക്കെ. മോസ്റ്റ് ഷോക്കിംഗ് എവിക്ഷൻ ഏതായിരുന്നു? മോസ്റ്റ് ഷോക്കിംഗ് എവിക്ഷൻ വാസ് അപ്പാനി ആൻഡ് ജിസേൽ. ലൈക്ക് രണ്ടും പറയാൻ പറ്റുമോ? അപ്പാനിയുടെ ബിഗിനിങ്ങിൽ ലൈക്ക് ഷോക്കിംഗ് ആയിരുന്നു, വളരെ കാരണം ആക്റ്റീവായിട്ടൊരു വളരെ contestant ആയിരുന്നു. ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പിന്നെ അപ്പാനി ഭയങ്കര ലൗഡായിട്ടൊക്കെ ഇങ്ങനെ പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള വേറെയും കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പം അപ്പോൾ അവർ ചെയ്ത മിസ്റ്റേക്സ് അപ്പാനിയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് എവിക്റ്റ് ആയി പോയപ്പോൾ അത് എന്താ കാര്യം എന്നുള്ളത് നമുക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. പിന്നെ ജിസേൽ നല്ലൊരു പ്ലെയർ ആയിരുന്നു. ജിസേലിന്റെയും ആദ്യത്തെ കുറേ ആഴ്ചകളെ കണ്ടന്റ് തന്നെ ജിസയിലായിരുന്നു. അതെ അതെ അതെ. പക്ഷെ പിന്നെ കുറച്ച് ഡൗൺ ആയി പോയി. ബട്ട് എങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് എന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടെ നിൽക്കേണ്ടായിരുന്നു തോന്നിയിട്ട്. ഓക്കെ. ഇപ്പൊ ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയിട്ട് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ ആരെ നോമിനേറ്റ് ചെയ്യും? ഇപ്പൊ ഉള്ള 5 പേരിലോ? കറന്റ്ലി എന്തിനാ നീ എനിക്ക് ട്രോള് വാങ്ങിച്ചു തരുന്നത്? നീയൊക്കെ നേരത്തെ ഔട്ടായി പോയത്, നീയൊക്കെ ഇനി എന്തിനാ ഇവരുടെ പേര് പറയുന്നെന്ന് പറയും. അയ്യോ, I would say Adila and അനീഷ് പറയില്ല. പിന്നെ ആരാ ഉള്ള? സബുമാൻ. ഓക്കെ 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 ഫൈൻ. അയ്യോ, സബുമാന്റെ കാര്യം മറന്നുപോയി. ഓക്കെ. ബിഗ് ബോസിൽ പോയതിനു ശേഷം പഠിച്ച ഒരു പാഠം എന്തായിരിക്കും? അല്ലെങ്കിൽ ബിഗ് ബോസ് പഠിപ്പിച്ച ഒരു പാഠം എന്തായിരിക്കും? പഠിപ്പിച്ച പാഠം ബിഗ് ബോസിൽ പോയപ്പോഴും പഠിച്ചില്ല, അതിന്റെ ഉള്ളിൽ നിന്നപ്പോഴും പഠിച്ചില്ല, പുറത്ത് വന്നിട്ടാണ് അത് പഠിച്ചത്. ഇത് പഠിച്ചിട്ട് പോണമായിരുന്നു എന്നെനിക്ക് തോന്നിയത്. അതായത് നമ്മള് എന്ത് ജെന്യുവിൻ ആയിട്ട് നിൽക്കണം എന്നില്ല. ഒന്ന്, എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ പറയാം. ജെന്യുവിൻ ആയിട്ട് നിന്നിട്ട് അതിൽ ഒന്നും സാധിച്ചെടുക്കാൻ നിങ്ങൾക്കില്ല. എല്ലാ പോയിന്റിലും അല്ല ഞാൻ പറഞ്ഞത്, എല്ലാ പോയിന്റിലും ഫേക്ക് ആവണമെന്നല്ല, കുറച്ചൊക്കെ ആക്ട് ചെയ്യണമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യണമായിരുന്നു, ആൾക്കാരിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു. അതായത് നമ്മളത് സ്ഥാപിക്കാൻ ശ്രമിക്കണമായിരുന്നു, കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട്. ലൈക്ക് ഉറങ്ങാതിരുന്ന് കൺവിൻസ് ചെയ്യാനും ഓരോ ആൾക്കാരെ പിടിച്ച് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നോമിനേറ്റ് ചെയ്യാനും പറ്റും, സേവ് ചെയ്യാനും പറ്റും, ഗ്രൂപ്പ് കളിക്കാനും പറ്റും. ഞാൻ ചെയ്യാത്തൊരു മിസ്റ്റേക്ക് അതാണ്, ഞാൻ ഗ്രൂപ്പ് കളിക്കാൻ നിന്നില്ല. ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു 2 ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് പലരെയും നോമിനേഷനിൽ ഇടായിരുന്നു. അതാണ് സംഭവിച്ചു പോയത്. ഇത്രയും പേര് ഒന്നിച്ച് നിൽക്കുമ്പം ഒരാളെ ഒറ്റപ്പെടുത്താൻ പറ്റും. ഇതൊക്കെയാണ് സംഭവിച്ചു പോയത്. ഒരാളെ മാറി നിന്ന് കുറ്റം പറയാൻ പറ്റും. അപ്പൊ സ്ക്രീൻ സ്പേസ് ആണ്, കുറ്റം പറയുന്നത് പുറത്തു പോകുമല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോൾ ഇതൊന്നും പറ്റില്ല. ഇപ്പൊ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോയെന്ന് റിഗ്രറ്റ് ഉണ്ടോ? അത് റിഗ്രറ്റ് ഇല്ല? റിഗ്രറ്റ് ഇല്ല, കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കുള്ള ഓഡിയൻസ് ചേഞ്ച് ആവും, നെഗറ്റിവിറ്റി വരും, എന്തായാലും നെഗറ്റിവിറ്റി വരും എന്നുള്ളതാണ്. കാരണം നമ്മൾ നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രമല്ല, നെഗറ്റീവ് സൈഡും കൂടിയാണ് അവിടെ കാണിക്കുന്നത്. അതും മജോറിറ്റി ഓഫ് ടൈമിലും അതാണ് കാണിക്കുന്നത്. മജോറിറ്റി ഓഫ് ടൈമിൽ നമ്മൾ വഴക്കുണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലണ്ടേഴ്സ് പറയാണ്, എല്ലാം അങ്ങനെയാണ്. അപ്പം അത് വെച്ചിട്ട് നമ്മളെ പ്രേക്ഷകർ കണ്ടിട്ട് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവും ഹെയ്റ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ്. സോ വി ഷുഡ് അക്സെപ്റ്റ് ദാറ്റ്. ഓക്കെ. ഡിസ്ക്രൈബ് യുവർ എവിക്ഷൻ ഡേ ഇൻ 1 word. ഇത് ഞാൻ പറയാൻ പറ്റില്ല, എനിക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു ആൻസർ, ബിക്കോസ് ഐ ഹാവ് എ കോൺട്രാക്ട്. ഓക്കെ ഫൈൻ, കിട്ടു. ഓക്കെ, ഞാനിപ്പോൾ ചോദിക്കുകയാണ്, പിന്നീട് ലിസ്റ്റിലെ ടോപ്പ് 3 കണ്ടസ്റ്റൻസ് ആരൊക്കെ ആയിരിക്കും? അല്ലെങ്കിൽ ആഗ്രഹം പറയാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ച് ഇവരായിരിക്കാം. 2 സിനാരിയോ പറയാം കേട്ടോ. ശരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ആഗ്രഹവും പറയാം, പ്രഡിക്ഷനും പറയാം. ഓക്കെ ഫൈൻ. എൻ്റെ ആഗ്രഹം നെവിൻ, അക്ബർ, അനീഷ്, ഇവര് 3 പേര് ടോപ്പ് 3. ആഗ്രഹമാണ്, നടക്കൂല. ഇനി ടോപ്പ് 3 അനീഷ്, അനു, ഷാനവാസ്.
ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. ഇനി ഒരു 1 വീക്ക് കൂടെ ഉള്ളൂ, നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഫൈനലിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സെഷൻ കഴിഞ്ഞു, അടിപൊളി ആൻസേഴ്സ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇനി ഹോട്ട് ടോപ്പിക്കിലോട്ട് വരാം. വേറൊന്നുമല്ല, PR എന്ന് പറയുന്നത് ഈ സീസണിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ചിലർ പറയുന്നു എനിക്ക് PR ഉണ്ടെന്ന് പറയുന്നു, ചിലർ പറയുന്നു എനിക്ക് PR ഇല്ലെന്ന് പറയുന്നു. PR ഉള്ളവർ തന്നെ ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട് PR വേറൊരാൾക്കുണ്ട് എനിക്കില്ല എന്ന് പറയുന്നു. ഇത് കുറേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. PR എന്ന് പറയുന്നൊരു വിഷയം താങ്കളും അതിനകത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇങ്ങനെ PR ഉണ്ട് എന്ന് പറയുന്ന ഒരു ലൈക്ക് PR-ന്റെ കേസ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ശരിക്കും PR-ന്റെ റോൾ എന്താണെന്നാണ് പിന്നെ വിചാരിക്കുന്നത്? ഒരു കണ്ടസ്റ്റന്റിനെ എങ്ങനെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും? ശരിക്കും PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുക ഇതെന്താന്നുള്ളത്. കാരണം ഇതിൽ വന്നപ്പോൾ മുതലാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നത്. പക്ഷെ ഇപ്പോഴും അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പേഴ്സണെ പബ്ലിക്കിലേക്ക് എത്തിക്കുക, പ്രൊമോട്ട് ചെയ്യുക, പോസിറ്റീവ്ലി പ്രൊമോട്ട് ചെയ്ത് ഒരു ഹൈപ്പ് കൊടുത്ത് അവരുടെ കണ്ടന്റ്സ് പ്രൊമോട്ട് ചെയ്ത് അവർക്കൊരു റീച്ച് കൊടുക്കുക. അതാണ് PR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് PR ആണ് PR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇത്തരത്തിലുള്ള ഷോവിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മീനിങ്ങും കൂടി ഉണ്ട്. ഒരു കണ്ടസ്റ്റന്റ് പോകുമ്പം ആ ഷോയ്ക്കും കൂടിയാണ് ആ റീച്ച്. സോ PR വേണം. ശരിക്കും PR ഉണ്ടെങ്കിലാണ് ആ കണ്ടസ്റ്റന്റും റീച്ച് ആവുക, ഷോയും റീച്ച് ആവുക. അങ്ങനെ PR ചെയ്യുന്ന തെറ്റാന്ന് ആരും പറഞ്ഞില്ല. PR-ന്റെ ഇഷ്യൂ ഞാൻ മാത്രമല്ല സംസാരിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഹൗസിൻ്റെ ഉള്ളിൽ പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈവൻ അനുമോളുടെ PR-നെ പറ്റി അനുമോൾ പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. കണ്ടസ്റ്റൻസ് നിങ്ങൾ ആരൊക്കെ എവിക്റ്റായി വരുന്നുണ്ടോ എല്ലാവരുടെ അടുത്തും ഇൻ്റർവ്യൂ എടുക്കാൻ ചാൻസ് കിട്ടുവാണെങ്കിൽ ചോദിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ല അവർക്കറിയാവുന്നത്, ഓരോ കണ്ടസ്റ്റൻസിനും. അനുമോൾ പറഞ്ഞിട്ടാണ് അനുമോളുടെ PR-നെ പറ്റി അറിയാവുന്നത്. സോ അനുമോളെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പം ഇത് ആ ഹൗസിൽ ചർച്ച ചെയ്യപ്പെടും. അനുമോൾക്ക് PR ഉള്ളതുകൊണ്ടല്ലേ ഇവളിങ്ങനെ കാണിക്കുന്നതെന്നുള്ള സംസാരങ്ങൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് ഹൗസിൽ. ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നു. ബിഗ് ബോസ് തന്ന ടാസ്ക്കാണ് ഞാൻ ചെയ്തത്. ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന എത്ര പേരാണോ എനിക്ക് ഓർമ്മയില്ല, 15 പേരാന്ന് തോന്നുന്നു, 15 പേര് ഉണ്ടായിരുന്നപ്പോഴാന്ന് തോന്നുന്നു. എല്ലാവരും മെജോറിറ്റി ഓഫ് ആൾക്കാരും അനുമോളുടെ പേരാണ് പറഞ്ഞത്, ഞാൻ മാത്രമല്ല. പിന്നെ അനുമോൾ അത് നിന്നിട്ട് അനുമോൾ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പച്ചക്കള്ളം പറഞ്ഞു. അതവിടെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇല്ല ഞാൻ കൊടുത്തിട്ടുണ്ട്. 16 ലക്ഷം രൂപയൊക്കെയാണ് PR എന്ന് പറഞ്ഞിട്ട് PR ടീമിനെ അപ്രോച്ച് ചെയ്തിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ അവരത് ഫസ്റ്റ് വന്നത് PR-ന്റെ കാര്യം എല്ലാവരും പറഞ്ഞു നിർത്തിയപ്പോൾ അനുമോൾ നിന്ന് പറഞ്ഞത് PR കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നീ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളത്. ഇവള് തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവളാണ് ചോദിച്ചത് എങ്കിൽ നീ പറ ബാക്കി എത്ര രൂപയ്ക്ക് കൊടുത്തു എന്ന് വരെ എനിക്കറിയാമെന്ന് പറഞ്ഞപ്പം എങ്കിൽ പറ. ഇവൻ എനിക്കത് ഡ്രാഗ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ചോദിച്ച് പറയിപ്പിച്ചതാണ്. അത് പറഞ്ഞു. ഇവൻ 16 ലക്ഷത്തിന് അനുമോൾ കൊടുത്തു എന്ന് പറഞ്ഞു എന്നുള്ള തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതങ്ങനെയാണെന്ന് ഞാൻ സ്ഥാപിക്കാൻ എവിടെയും ശ്രമിച്ചിട്ടില്ല. അത് ശരിയാണോ തെറ്റാണോ, 2 ലക്ഷത്തിനാണോ കൊടുത്തത്, 50,000 ആണോ അഡ്വാൻസ് കൊടുത്തത്, 12 ലക്ഷമാണോ 15 ആണോ 30 ആണോ 5 ലക്ഷമാണോ ഒന്നും എനിക്കറിയില്ല. അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കള്ളമാവാം ശരിയാവാം, അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എനിക്കില്ല. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അനുമോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അവിടെ പറഞ്ഞത്. അന്ന് വൈകിട്ട് തന്നെ അവിടെ വെച്ച് പറയാത്ത ആദിലയും ഷാനവാസും സെയിം കാര്യം ഡിസ്കസ് ചെയ്തു. ഇതിന്റെ സെയിം മാറ്റർ, അതായത് അവരോടും പറഞ്ഞിരുന്നു. പുറത്ത് വന്ന് ജിസേല് പറഞ്ഞു, ജിസേലിനോടും പറഞ്ഞിരുന്നു. ജിസേലിനോട് ഭിന്നിയല്ല പറഞ്ഞത്, ഷാനവാസിനോടും ഭിന്നിയല്ല പറഞ്ഞത്, അനുമോളാണ് പറഞ്ഞത്. ആദിലോടും ഭിന്നിയല്ല പറഞ്ഞത്, അനുമോളാണ് പറഞ്ഞത്. ഇവൻ പുറത്ത് വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും പറഞ്ഞു. ഇപ്പം കഴിഞ്ഞ ദിവസം ആര്യൻ എവിക്റ്റായി വന്നു. ആര്യന് ഫോൺ കിട്ടുന്നതിന് മുമ്പാണ് ആ ലൈൻ കട്ട് എന്നുള്ള ഇന്റർവ്യൂ എടുക്കുന്നത്. ആര്യനും പറഞ്ഞു, ഭിന്നിയല്ല ആര്യനോട് പറഞ്ഞത്. സോ ഇത് ഹൗസിന്റെ ഉള്ളിൽ അനുമോൾ തന്നെയാണ് ഒരു പോയിന്റിൽ അല്ലെങ്കിൽ വേറൊരു പോയിന്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 16 ലക്ഷമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇവൻ ഞാൻ അങ്ങനെ സ്ഥാപിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. PR കൊടുക്കുന്ന തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അനുമോൾ അതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അനുമോൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ എവിക്റ്റായി വന്ന് പുറത്ത് ആൾക്കാർ മീൻസ് എയർപോർട്ടിൽ വെച്ച് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അനുമോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അനുമോളുടെ ഗെയിം അതാണ്, അനുമോൾ കളിക്കുന്നുണ്ട്. PR കൊണ്ട് മാത്രമാണ് അനുമോൾ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബട്ട് ആർക്കും നിൽക്കാൻ പറ്റില്ല. അനുമോളുടെ കണ്ടന്റ് ആണ് കൂടുതലും പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷെ അനുമോൾ PR കൊടുത്തിട്ടുള്ളത് കൊണ്ട് ടുവേർഡ്സ് ഈ വീക്കെൻഡ് ആകുമ്പം എവിക്ഷൻ വരുമ്പം ഒരു കോൺഫിഡൻസ് ഉണ്ട്.
ഓ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് അവളുടെ ഫേസിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ്. പിന്നെ എന്ത് കാര്യം വന്നാലും നെഗറ്റിവിറ്റി വന്നാലും അത് കൺവേർട്ട് ആയി പോകും എന്നുള്ളത് PR അവർക്ക് പ്രോമിസ് കൊടുത്തിട്ടുള്ള പോലാണ് അവളുടെ കണ്ടന്റ്സും പുറത്ത് വരുന്നതും അവൾ ക്രിയേറ്റ് ചെയ്യുന്നതും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡ്രാമാറ്റിക് ആണെന്ന് പലരും പറയാൻ കാര്യം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു തെറ്റല്ല, അതും ഒരു ഗെയിമാണ്. അത് അവളുടെ ഗെയിമാണ്. ഓക്കെ. ഏതെങ്കിലും PR ടീംസ് ആക്ച്വലി ബിന്നിനെ ബിഫോർ ഗോയിങ് ടു ദ ഷോ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല ഇല്ല ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇതെന്താ PR കൊടുക്കണം എന്ന്. ഞാൻ പോകുന്നതിന് മുമ്പ് 2-3 കണ്ടസ്റ്റൻസിന്റെ അടുത്ത്, മീൻസ് അറിയാവുന്നവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇതെന്താ PR കൊടുക്കണോ വേണ്ടയോ ചോദിച്ചപ്പോൾ കുറച്ച് പേര് പറഞ്ഞു കൊടുക്കണം, കുറച്ച് പേര് പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ ഇതെന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ ചോദിച്ചപ്പം ഇല്ല, അവർ ഓൾറെഡി ആളെ എടുത്തു എന്ന് പറഞ്ഞു. ആരാന്നൊന്നും നമുക്കറിയില്ല, ഏതാളാന്ന് പോലും നമുക്കറിയാം. ഈവൻ പ്രഡിക്ഷൻ ലിസ്റ്റ് 10, 20, 25, 30 പേരൊക്കെ പല പ്രഡിക്ഷൻ ലിസ്റ്റും കണ്ട്. ഇതിൽ എത്ര പേരാണ് കൺഫേം ആയിട്ട് വരുന്നതെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഇത് ഏത് കണ്ടസ്റ്റന്റ് ആണെന്നൊന്നും അറിയില്ല. ഇത് അനുമോൾ ആയിരുന്നോന്ന് പോലും എനിക്കറിയില്ല. വേറെയും കണ്ടസ്റ്റൻസിന് PR ഉണ്ട്, ചിലപ്പോൾ അവരാവാം. അപ്പൊ ഇങ്ങനെ ചോദിച്ചിരുന്നു. പിന്നെ ഇത്രയും എമൗണ്ട് നമ്മൾ PR കൊടുത്തിട്ട് ഞാൻ അതിൽ പോയി ഇത്ര ദിവസം നിൽക്കുന്ന ഒരു എമൗണ്ട്, എനിക്ക് കിട്ടുന്ന എമൗണ്ട്, ഞാൻ ഇത്ര എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് എന്തായാലും പുറത്ത് പോകുന്നതുകൊണ്ട് ചീത്ത പേര് BB പോകുന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് ഇതാ വരും എന്തായാലും. പിന്നെ PR കൂടെ കൊടുത്തിട്ടായാലും എനിക്ക് അത്രയും പൈസ ലോസ് ആവുകയാണ്. ഞാൻ കപ്പെടുക്കാൻ വേണ്ടി പോയ ഒരാളല്ല. എനിക്ക് ഇതുകൊണ്ട് ഒരു ഫെയിം കിട്ടുവാണെങ്കിൽ എനിക്ക് ആക്ടിങ് ആണ് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന കരിയർ. അത് എനിക്ക് മൂവിയിലേക്ക് ഒരു എൻട്രി കിട്ടണം, എന്നെ കുറച്ചുകൂടെ ആളുകൾ അറിയണം, പിന്നെ എനിക്ക് മണിയും ഉണ്ടാക്കണം. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, എൻട്രി വീഡിയോയിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ഇത് 3 എൻ്റെ ആഗ്രഹം. ലാലേട്ടനെ കാണണം, ഇൻട്രൊഡക്ഷൻ ലാലേട്ടനെ കാണണം, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കപ്പ് എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. സോ എനിക്ക് PR വേണ്ട, കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് പോകുന്നത്. അടുത്ത വേറെ സെഷനാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ പറയാം, യെസ് ഓർ നോ. അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. ഹാവ് യു എവർ ഫേക്ഡ് എ സ്മൈൽ ഇൻ ബിഗ് ബോസ് ഹൗസ്? അതായത് മറ്റവരെ കാണിക്കാൻ വേണ്ടി ചിരിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉള്ളില് വേറെ ഇമോഷൻസ് ആയിരിക്കാം. അങ്ങനെ അവരോടുള്ള ഹേറ്റ് കൊണ്ട് ചിരിച്ചു നിന്നിട്ടില്ല. അവരെനിക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഓക്കെ കാണുമ്പോൾ ആൾക്കാർ കാണുമല്ലോ എന്ന് വിചാരിച്ച് ചിരിച്ചിട്ടില്ല. ബട്ട് എനിക്ക് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തപ്പോഴും ലൈക്ക് എനിക്ക് കുറച്ച് എൻ്റെ ഇമോഷൻസ് വേറെ ആണെന്നുണ്ടെങ്കിലും പക്ഷെ ഞാൻ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്ത് ചിരിക്കാറുണ്ട്. ഓക്കെ. ബിന്നിക്ക് മുൻപ് എവിക്ട് ആകേണ്ടിയിരുന്ന എന്നാൽ അത് സംഭവിക്കാതെ പോയ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്, അതിപ്പോ എല്ലാവർക്കും തോന്നുമല്ലോ. അപ്പൊ അതിൽ കാര്യമില്ല, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ ഓഫ് കോഴ്സ് തോന്നിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. ബിഗ് ബോസ് ഹൗസിൽ സ്ഥിരം ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു? സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു. ഒരു മത്സരാർത്ഥി എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ കാണുന്നതാണല്ലോ, എല്ലാവരും പറയാറുണ്ടെന്ന് തോന്നുന്നു. മെജോറിറ്റി കൂടുതൽ പറയുന്ന ആളെ പറയണമെന്നാണോ? കൂടുതൽ പറയുന്ന ഐ തിങ്ക് ആദില. ഓക്കെ ഓക്കെ ഫൈൻ. ബിഗ് ബോസ് ഹൗസിൽ ഒരു നുണ പറഞ്ഞിട്ടുണ്ട് ബിന്നി. നുണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എങ്കിലെന്ത്? കമന്റ് ചെയ്യൂ, എനിക്ക് ഓർമ്മ വരുന്നില്ല സത്യമായിട്ടും. പ്രേക്ഷകർക്ക് വിട്ടു. അല്ല എനിക്ക് ഓർമ്മയില്ല. അല്ല ഞാനത് ചോദിച്ചത് മീൻസ് ഏതെങ്കിലും സിറ്റുവേഷനിൽ നുണ പറയേണ്ടി വന്നിട്ടുണ്ടോ എന്ന്. ബിഗ് ബോസിനോട് നുണ പറയേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിഗ് ബോസിനോട് എനിക്ക് ആകെ നുണ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? എന്റെ ഏജ് പറയണം താല്പര്യമില്ലായിരുന്നു. സത്യമായിട്ടും എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാൻ അത് നുണ പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. പക്ഷെ ഇവരിനി എങ്ങാനും വിളിച്ചു പറഞ്ഞാലോ കഥ പറയുമ്പം ബിന്നി സത്യം പറയുമോ എന്ന് പറഞ്ഞാലോ വിചാരിച്ചിട്ട് പേടിച്ചിട്ട് അത് ഞാൻ പറഞ്ഞില്ല. സോ ഞാൻ എല്ലാം സത്യം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കേൾക്കുന്നവർക്ക് കള്ളത്തരമായിട്ട് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിഗ് ബോസ് ഹൗസിൽ മറ്റാരും അറിയാതെ കൺഫെഷൻ റൂമിൽ പോയി ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ. ആരും കാണാതെ നമ്മൾ എപ്പോഴും കൺഫെഷൻ റൂമിലോട്ട് വിളിക്കൂല. ബിഗ് ബോസിന് തോന്നി വിളിക്കണം. അതും എന്നെ ആകെ ഒരു തവണയാണ് വിളിച്ചേക്കുന്നത്. ഞാൻ നോക്കും എന്നെ എന്താ വിളിക്കാത്തെ, എനിക്ക് ബിഗ് ബോസിനെ മൈക്കി പറയാം എന്നെ മാത്രം എന്താ വിളിക്കാത്തെ. കാരണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പേരൊക്കെ വിളിച്ച് മോട്ടിവേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. എന്നിട്ട് വിളിച്ചു, പക്ഷെ അതൊരു ടാസ്കിന്റെ ഭാഗമായിരുന്നു അറിഞ്ഞപ്പോ ഞാൻ തകർന്നു പോയി. സീക്രട്ട് ടാസ്കിന്റെ ഭാഗമായിട്ട് എന്നെ വിളിച്ചു. അത് സീക്രട്ട് ടാസ്ക് ബാക്കിയുള്ളവർക്ക് കൊടുത്തു, പക്ഷെ അതിന്റെ ഭാഗമായിട്ട് എന്നെ വിളിച്ചെന്നുള്ളത് അറിഞ്ഞപ്പോ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നും പോയി. ഞാൻ വിചാരിച്ചു എന്നെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്, വെറുതെ തെറ്റിദ്ധരിച്ചു.
ഓക്കെ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇതുവരെയും പുറത്തു വരാത്ത ഒരു സീക്രട്ട് സ്റ്റോറി ഇപ്പൊ നിലവിലുണ്ട്. സീക്രട്ട് സ്റ്റോറി, ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു സീക്രട്ട് സ്റ്റോറി എന്തോ ഇതുവരെയും പുറത്തു വരാത്ത ഒരു കാര്യം ഇപ്പൊ നിലവിലുണ്ട്. ഈ വന്ന സ്റ്റോറീസിനെല്ലാം വേറൊരു വശമുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, പുറത്തു വരുന്ന സ്റ്റോറീസിനൊക്കെ വേറെ വശമുണ്ട്. ഓക്കെ, ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും സോഷ്യൽ മീഡിയ നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു രീതിയിലും ഞാൻ ചോദിക്കുകയാണ്, ഐ ഓക്കെ? അല്ല, ആ ചോദ്യം ഇപ്പൊ ഒരുപാട് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യനിലോട്ട് വന്നത്. സത്യം പറയാലോ, രാവിലെ എണീക്കുമ്പോ ഓക്കെ അല്ലോ. കാരണം നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന നമ്മുടെ ഫോണായിരിക്കും, സ്ക്രോൾ ചെയ്യും, നോക്കും. ഓഹ് എന്തല്ലേ, ഞാൻ നോക്കുമ്പോ എന്റെ ഹസ്ബൻഡ് ഇരുന്ന് ആർക്കൊക്കെയോ റിപ്ലൈ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, മാത്രം നിനക്ക് വേറെ പണിയില്ലേ? അതവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. പിന്നെ നമ്മൾ അതിനെ പുഷ് ചെയ്യും. ഇതിന്റെ കാര്യമില്ല, ഇത് നമ്മൾ പ്രതീക്ഷിച്ചാണ് പോയത്. സോ എല്ലാവരുടെയും ലവും സപ്പോർട്ടും കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. PR-നെ എക്സ്പോസ് ചെയ്തു എന്നുള്ളത് കൊണ്ട്, ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഒരുപാട് പേര് മെൻഷൻ ആക്കും. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടാൽ, ഒരു റീമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കണ്ടസ്റ്റന്റിന് അതിനുള്ളിലുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്തൊരു സ്റ്റോറി ഇട്ടാൽ, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻബോക്സ് നിറയാണ്. അവരുടെ ഹേറ്റേഴ്സിന്റെ കാര്യങ്ങൾ കൊണ്ട് ഇൻബോക്സ് നിറയാണ്. എനിക്കറിയില്ല, ബാക്കി ഈ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും, യൂട്യൂബേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനും എല്ലാവർക്കും ബിഗ് ബോസിന്റെ ഉള്ളിലെ കാര്യങ്ങളും പറഞ്ഞ് സ്റ്റോറി ഇടാം, അല്ലെങ്കിൽ സംസാരിക്കാം, ലൈവ് പോകാം, യൂട്യൂബിൽ കണ്ടന്റ് ഇറക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരാളായിട്ട് നിന്നിട്ട് ഞാൻ കണ്ട കാര്യങ്ങൾ എൻ്റെ പെർസ്പെക്റ്റീവ് പറയുമ്പം ആൾക്കാർക്ക് അത് ഫുൾ ലൈക്ക് നമ്മളിപ്പോൾ ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആയ പോലാണ്, പബ്ലിക് ഫിഗർ ആയല്ലോ. അപ്പം നമ്മുടെ എല്ലാ കാര്യത്തിലും ആൾക്കാർ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, അറിയാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങളിലേക്ക് ആവശ്യമില്ലാതെ വന്ന് കമന്റ് ഇടുകയും പേഴ്സണൽ ലൈഫ് എല്ലാത്തിലും വന്ന് ഇടപെടുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര മോശമായിട്ട് തോന്നുന്നുണ്ട്. ഇത്രയും നെഗറ്റിവിറ്റി ആൾക്കാരിലുണ്ട്, ഇത്രയും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഇത്രയും പേരുണ്ടോ എന്നുള്ളത് വാസ് ഷോക്കിംഗ്. അതിൽ വളരെ കുറച്ച് പേരാണ് നല്ല കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ, നല്ല കമൻസ് പറയുന്ന നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ ഇടയിലുണ്ട്, ട്രൂ ഫാൻസും ഉണ്ട്. പക്ഷെ ഇത്രയും മോശം കമൻസ് ഇടാൻ വേണ്ടി മാത്രമായിട്ട് ഇത്ര ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഓക്കെ, PR ഇസ് എ ബിഗ് തിങ് എന്നെനിക്ക് മനസ്സിലാകുന്നത് പുറത്ത് വന്നിട്ടാണ്. അകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇത് അറിയുന്നില്ല, നമ്മൾ ഈ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇപ്പോഴും അകത്തുള്ള കണ്ടസ്റ്റൻസ് ഇതിനെപ്പറ്റി PR-നെ പറ്റി പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടല്ല കേട്ടോ, ഇനി അതും എൻ്റെ തലേ വരും. കാരണം ശരിക്കും അവരുടെ ടീമിനെ കൊണ്ട് നിൽക്കുക പൊറുതിയില്ല. ഞാൻ കണ്ടസ്റ്റന്റിന്റെ പേരൊന്നും പറയുന്നില്ല, അവർ ചെയ്തോട്ടെ, പ്രൊമോട്ട് ചെയ്തോട്ടെ. പക്ഷെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെയും അവരുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര മോശമായിട്ട് കമന്റ്സ് ഇട്ടും പേഴ്സണൽ മെസ്സേജ് അയച്ചും പിന്നെ മാനിപ്പുലേറ്റ് ചെയ്തുള്ള കുറെ വീഡിയോസ് ഇട്ടുമാണ് ചെയ്യുന്നത്. അത് ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിൽ വന്ന ഓരോ കണ്ടസ്റ്റൻസും, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, കോമണർ ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, എല്ലാവരും താഴെത്തട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് സ്വന്തം വഴി വെട്ടി തന്നെ വന്നവരാണെന്ന് ഞാൻ പറയും. എല്ലാവരും, ഒരാളല്ല. പിന്നെ ഒരാളെ മാത്രം അങ്ങനെ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ബാക്കിയുള്ളവർക്കൊന്നും കൊമ്പില്ല. എല്ലാവരുടെയും സ്റ്റോറി കേട്ടാലും അടുത്തറിഞ്ഞാലും അറിയാം, എല്ലാവരും പച്ചയായ മനുഷ്യരാണ്. അപ്പം അവർക്കും ഉണ്ട് ഫാമിലി, അവർക്കും ഉണ്ട് ഫ്രണ്ട്സ്, അവർക്കും ഉണ്ട് ഇത് മിസ്റ്റേക്സും പോസിറ്റീവും ഒക്കെ. അപ്പോൾ ഒരാളെ നിങ്ങൾ പൊക്കിക്കൊണ്ട് വരുമ്പം ബാക്കിയുള്ളവരെ തളർത്തുന്ന പോലെ ആവരുത്. അത് ഭയങ്കര മോശമായിട്ടുള്ള പ്രവണതയാണ്. അപ്പോൾ എന്തായാലും ഈ PR-ഉം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് കമന്റ്സും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇനിയെങ്കിലും, ഇപ്പോൾ ഒരാൾ ചെയ്യുന്നത് തെറ്റായാലും ശരിയാണെങ്കിലും, ആ ആളും ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്, അവർക്കും ഇമോഷൻസ് ഉണ്ട്, അവർക്ക് വിഷമം ഉണ്ടാവും, അവരെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നൊക്കെ ഇനിയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ആൾക്കാർക്ക് അതിനനുസരിച്ച് അറിഞ്ഞും ഒക്കെ എല്ലാവരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ പറയൂ. കാണുന്ന ഒരാൾ കരയുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരാൾ ദേഷ്യപ്പെടുന്നത് കൊണ്ടോ, ഒരാൾ വീണ് കിടക്കുന്നത് കൊണ്ടോ, അവർക്കും എല്ലാ ഫേസസും ഉണ്ട്, നല്ല ഫേസസും ഉണ്ട്, എല്ലാം ഉണ്ട്. അവരും കഷ്ടപ്പെട്ട് വന്നതാണ്, അവർക്കും ഒരു കഥ പറയാനുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുമെന്ന് പറയും. കാര്യം ഈ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ചെറിയൊരു തംബ്നെയിൽ അല്ലെങ്കിൽ ചെറിയൊരു കാര്യങ്ങൾ വെച്ചിട്ടാണ് ആൾക്കാർ കമന്റ് ഇടുന്നത്. അത് ഫുൾ സ്റ്റോറി അറിയാതെ നമ്മൾ ഒരു കാര്യം പറയാൻ നിൽക്കരുതെന്ന് പറയും. ഭയങ്കര ജഡ്ജ്മെന്റലാണ് നമ്മുടെ ആൾക്കാർ. അപ്പൊ എന്തായാലും ദിസ് ഷാൽ ടു പാസ്, ഇതും ഒക്കെ കടന്നു പോകും. നേരത്തെ പിന്നെ പറഞ്ഞ പോലെ തന്നെ ബിഗ് സ്ക്രീനിലോട്ടൊക്കെ എത്താൻ പറ്റട്ടെ. വലിയൊരു വിജയം തന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.